ഇഗ്നോ ഓഫർ ചെയ്യുന്ന ഒട്ടുമിക്ക ഡിഗ്രി കോഴ്സുകളുടെയും 2ാം വർഷത്തിൽ ഉൾപ്പെടുന്ന ഒരു കോമൺ എലക്ടീവ് പേപ്പറാണ് BPCG 173 കോഴ്സ് കോഡുള്ള സൈക്കോളജി ഫോർ ഹെൽത്ത് ആൻഡ് വെൽബീങ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് ലേൺ വൈസിന്റെ ഇഗ്നോ ഫോക്കസിലൂടെ നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും റിപ്പീറ്റഡ് ആയി വരുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ്, കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ബ്ലോക്കുകൾ, യൂണിറ്റുകൾ, ടോപ്പിക്കുകൾ, അതുപോലെ ഉത്തരങ്ങൾ ക്രാഫ്റ്റ് ചെയ്യേണ്ട രീതി, ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ലേൺ വൈസിന്റെ ഭാഗത്തുനിന്നും ഒരു സജസ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട്. സോ വളരെ വിശദമായിട്ടും വളരെ സിമ്പിൾ ആയിട്ടും നമുക്ക് ഈ അനാലിസിസ് നടത്താൻ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് MSc സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദമുള്ള ലേൺ വൈസിന്റെ ഫാക്കൽറ്റി കമന്ററായ ഗൗരി മാം ആണ്. സോ ഇനി അങ്ങോട്ട് എല്ലാവരും ഗൗരി മാം പറയുന്നത് ശ്രദ്ധിക്കുക, പ്രധാന പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഹലോ, എല്ലാവരും എക്സാം പ്രിപ്പറേഷനിലൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇനി നമുക്ക് സൈക്കോളജി ഫോർ ഹെൽത്ത് ആൻഡ് വെൽബീങ് എന്ന് പറയുന്ന എക്സാമാണ്. BPCG 173 സൈക്കോളജി ഫോർ ഹെൽത്ത് ആൻഡ് വെൽബീങ്ങിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നമുക്ക് അനലൈസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ജനറൽ അനാലിസിസ് എന്നുള്ള രീതിയിൽ എന്തൊക്കെ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും എക്സാമിന് വരിക എന്നുള്ള കാര്യമാണ്. ആദ്യം തന്നെ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ആയിരിക്കും, അതായത് ഒരു 400 വാക്കിനൊക്കെ എഴുതേണ്ട വലിയ ആൻസർ, അല്ലെങ്കിൽ ഒരുപാട് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാനും ഒരുപാട് എക്സ്പ്ലനേഷനും ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതാനുള്ളതായിരിക്കും ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. പിന്നെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ്, അതായത് ഒരു 200 250 വേർഡ്സ് മാത്രം എഴുതേണ്ട ചില സബ് ടോപ്പിക്കുകളെ ബേസ് ചെയ്തിട്ടുള്ള ചെറിയ ഷോർട്ടായിട്ടുള്ള രീതിയിൽ ആൻസർ എഴുതേണ്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും പിന്നീട് വരുന്നത്. നമുക്ക് ഈ ഒരു എക്സാമിന് കുറേ ടോപ്പിക്കുകളുണ്ട്, എന്നാലും അതിനകത്തിൽ മെയിൻലി കവർ ചെയ്യേണ്ട ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഹെൽത്ത് ആൻഡ് ഇൽനെസ് കോൺസെപ്റ്റ് ആയിരുന്നു. ഇതിനകത്തിൽ ഈ ഹെൽത്തിൻ്റെ മോഡൽ എന്താണ്, അല്ലെങ്കിൽ ഹെൽത്ത് എന്താണ്, ഇൽനെസ് എന്താണ്, ഹെൽത്ത് ഇൽനെസ് കണ്ടിന്യൂം, അതേപോലെ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്താണ് സ്ട്രെസ്സിൻ്റെ സോഴ്സസ് എന്താണ്, സ്ട്രെസ്സിൻ്റെ ഇഫക്റ്റ് എന്താണ്, സ്ട്രെസ് എങ്ങനെ മെഷർ ചെയ്യാം, എങ്ങനെ സ്ട്രെസ്സിനെ എങ്ങനെ മാനേജ് ചെയ്യാം, അതായത് നമ്മുടെ മെഡിറ്റേഷൻ, റിലാക്സേഷൻ, ബയോ ഫീഡ്ബാക്ക് അതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് സ്ട്രെസ്സിനെ നമ്മൾ മാനേജ് ചെയ്യേണ്ടത്, ആ ക്വസ്റ്റ്യൻസ് വരാം. അതേപോലെ മെൻ്റൽ ഹെൽത്ത് ആൻഡ് സൈക്കോസൊമാറ്റിക് ഇൽനെസ്, അതായത് എന്താണ് സൈക്കോസൊമാറ്റിക് ഇൽനെസ്, എന്താണ് മെൻ്റൽ ഇൽനെസ് ഉള്ളവരുടെ ഒരു എക്സ്പീരിയൻസ് എന്താണ്, കോപ്പിംഗ് സ്റ്റൈൽ എന്താണ് എന്നൊക്കെയുള്ള ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ മെയിൻലി ടോപ്പിക്കിൽ വരുന്നതെന്ന് വെച്ചാൽ ലൈഫ് സ്റ്റൈൽ ആൻഡ് ഹെൽത്ത് ആണ്, അതായത് നമ്മുടെ ഒബീസിറ്റി അല്ലെങ്കിൽ ഇഷ്യൂസ് റിലേറ്റഡ് ടു ഫുഡ്, ഡയറ്റ്, നമ്മുടെ ഈ ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇടയ്ക്കൊന്ന് പഠിച്ചായിരുന്നല്ലോ, അതൊക്കെ. അതേപോലെ പിന്നെ ഏറ്റവും അവസാനത്തേക്ക് വരുമ്പോൾ പോസിറ്റീവ് സൈക്കോളജിയുടെ കുറച്ച് കോൺസെപ്റ്റുകൾ നമ്മൾ പഠിച്ചല്ലോ. ഹോപ്പ് എന്താണ്, ഒപ്റ്റിമിസം എന്താണ്, ഗെയിൻഫുൾ എംപ്ലോയ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് ടേംസൊക്കെ നമ്മൾ അഡ്രസ്സ് ചെയ്തായിരുന്നു. അതൊക്കെ എക്സാമിന് അല്ലെങ്കിൽ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. തന്നെ അതൊക്കെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കവർ ചെയ്ത കുറച്ച് ടോപ്പിക്കുകളാണ്. പിന്നെ നമുക്ക് എക്സാമിൻ്റെ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു ട്രെൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ, പേപ്പർ 2ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്, 2 സെക്ഷൻ. അതിനകത്തിൽ ആദ്യത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇച്ചിരി ലോങ് ആൻസർ ടൈപ്പും, രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇച്ചിരി ഷോർട്ടായിട്ട് ആൻസർ എഴുതേണ്ടതുമാണ്. ഇതിനകത്തിൽ ഈക്വൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷനാണ്, അതായത് എല്ലാ ക്വസ്റ്റ്യനും ഒരേ, അതായത് സെക്ഷൻ എയിലുള്ള എല്ലാ ക്വസ്റ്റ്യനും ഒരേ മാർക്ക് തന്നെയാണ്, സെക്ഷൻ ബിയിലുള്ള ക്വസ്റ്റ്യൻസിനും ഒരേ മാർക്ക് തന്നെയാണ്. പിന്നെ ഇതിൽ ഈ ഒരു എക്സാമിനകത്തിൽ റെക്കറൻ്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ട്രെസ് മാനേജ്മെൻറ്റ്, ഹെൽത്ത് മോഡൽസ്, അതേപോലെ മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് റെക്കറൻ്റ് ആയിട്ട് വരുന്നത്. പിന്നെ ഓരോ ഏരിയയിലും ഓരോ വർഷവും ഓരോ ഏരിയയിൽ നിന്നും സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ വരാറുണ്ട്. അതായത് ഇപ്പോൾ 2022 കൂടുതലും സൈക്കോസൊമാറ്റിക് ഇൽനെസ്സിനെയാണ് ഫോക്കസ് ചെയ്തത് എന്നുണ്ടെങ്കിൽ 2023 ജൂൺ 2023 കൂടുതൽ ക്വസ്റ്റ്യൻസ് സെക്ഷുവൽ ഹെൽത്തിൽ നിന്നും, അങ്ങനെ ഓരോ സ്പെസിഫിക് ഏരിയയും ഓരോ വർഷവും അവരിങ്ങനെ മാറി മാറി ചോദിക്കാറുണ്ട്. അപ്പോൾ ഒരു ജനറൽ അനാലിസിസ് എന്ന് പറയുമ്പോൾ നമുക്കാണെന്നുണ്ടെങ്കിൽ ഒരു തിയറട്ടിക്കൽ നോളജും അതേപോലെ എങ്ങനെ ഈ ഒരു ഹെൽത്ത് ആൻഡ് വെൽബീങ്ങിലുള്ള നമ്മുടെ ചില ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസും ഉണ്ടല്ലോ, ആ ഒരു 2 തരത്തിലും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാനുള്ളൊരു സാധ്യതയുണ്ട്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് എ തിയറട്ടിക്കൽ കോൺസെപ്റ്റ് ആൻഡ് ദി ആപ്ലിക്കബിൾ ആസ്പെക്ട് കോൺസെപ്റ്റ് ഫോർ ദിസ് സബ്ജക്റ്റ്. ഇനി നമുക്കൊരു ബ്ലോക്ക് വൈസ് വെയിറ്റേജ് അനാലിസിസ് നോക്കാം. അതായത് നമ്മൾ ഡിസംബർ 2023
2022-ൻ്റെയും അതേപോലെ ജൂൺ 2023-യും ആണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ കൂടുതലായിട്ട് അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ അത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ബ്ലോക്ക് 1 നമ്മുടെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ബ്ലോക്ക് 1-ൽ നിന്ന് ഡിസംബർ 2022-ൽ 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 2023-ലും 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ 2 സൈക്കിളിലായിട്ട് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ഏകദേശം 4ഓളം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതെന്തൊക്കെയായിരുന്നു നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതേപോലെ ബ്ലോക്ക് 2 ഇൻട്രൊഡക്ഷൻ ടു സ്ട്രെസ്സിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഡിസംബർ 2022-ലാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്. അതേപോലെ ബ്ലോക്ക് 3 സ്ട്രെസ് മാനേജ്മെൻറ്റിൽ നിന്ന് ഡിസംബർ 2022-ൽ ഒരു ചോദ്യവും അതേപോലെ ജൂൺ 2023-ൽ 2 ചോദ്യവുമായിരുന്നു ചോദിച്ചിരുന്നത്. അങ്ങനെ ബ്ലോക്ക് 3-ൽ നിന്ന് കഴിഞ്ഞ 2 സൈക്കിളിലായിട്ട് 3 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 4-ൽ നിന്ന് അതായത് പ്രൊമോഷൻ ഓഫ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്ന നമ്മുടെ ബ്ലോക്ക് 4-ൽ നിന്ന് ഡിസംബർ 2022-ൽ 2 ക്വസ്റ്റ്യൻസും 2023 ജൂണിൽ ഒരു ക്വസ്റ്റ്യനുമാണ് ചോദിച്ചത്. അതായത് ബ്ലോക്ക് 4-ൽ നിന്നും കഴിഞ്ഞ 2 സൈക്കിളിലായിട്ട് 3 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റി? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മുടെ ബ്ലോക്ക് 1 തന്നെയാണ്. അതായത് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ആ ഒരു ബ്ലോക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. പിന്നെ ബ്ലോക്ക് 2-ൽ നിന്ന് കഴിഞ്ഞ 2 സൈക്കിളിലായിട്ട് ആകെ ഒരു ക്വസ്റ്റ്യനെ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് കമ്പാരിറ്റീവ്ലി ഒരു ഇച്ചിരി ഇമ്പോർട്ടൻസ് കുറവെന്ന് നമുക്ക് പറയാം. എന്നാൽ പോലും ഒരു റിവിഷൻ്റെ ഭാഗമായിട്ട് അത് വെക്കാൻ ശ്രമിക്കുക കേട്ടോ. അതേപോലെ ബ്ലോക്ക് 3-യും ബ്ലോക്ക് 4-ഉം ഒരു മോഡറേറ്റ് ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് ആണ്. കാര്യം കഴിഞ്ഞ ജൂൺ 2023 എക്സാമിലും ഈ സ്ട്രെസ് മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ബ്ലോക്ക് 1 ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നുള്ള രീതിയിൽ പറഞ്ഞല്ലോ. അപ്പം നമുക്ക് ഒരു യൂണിറ്റ് വൈസ് വെയിറ്റേജ് അനാലിസിസ് നമുക്ക് നടത്താം. ഏത് യൂണിറ്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ള രീതിയിൽ നമുക്കാണെന്നുണ്ടെങ്കിൽ ഒരു ബ്ലോക്ക് 1-ലെ യൂണിറ്റ് 1 എന്ന് പറയുന്നത് അതിനകത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ഹെൽത്ത് മോഡലുകളൊക്കെ പറയുന്നുണ്ട്. അത് നന്നായിട്ട് നോക്കുക. അതേപോലെ ബ്ലോക്ക് 1-ലെ എല്ലാ യൂണിറ്റുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഓരോ യൂണിറ്റിനും അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ബ്ലോക്ക് 1-ലെ എല്ലാ യൂണിറ്റ്സിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നോക്കാനായിട്ട് നോക്കുക. അതിനകത്തിൽ ഈ പറയുന്ന പോലെ ഹെൽത്തിൻ്റെ ഡെഫിനിഷൻ അതേപോലെ ഹെൽത്ത് മോഡൽസൊക്കെ ഒരു ഇച്ചിരിയും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. ബ്ലോക്ക് 2-ൽ ഈ പറയുന്നത് പോലെ ഇഫക്റ്റ് ഓഫ് സ്ട്രെസ് എന്നുള്ള ഒരു ടോപ്പിക്ക് ഇച്ചിരി നന്നായിട്ട് റിവൈസ് ചെയ്യുക. കാര്യം അതല്ലാതെ വേറൊരു ക്വസ്റ്റ്യനും കഴിഞ്ഞ ഒരു 2 സൈക്കിളിലായിട്ട് ചോദിച്ചിട്ടില്ല. ബ്ലോക്ക് 3-ലേക്ക് വരുമ്പോൾ നമ്മുടെ സ്ട്രെസ് മാനേജ്മെൻറ്റ് ടെക്നിക്കും അതേപോലെ കോപ്പിംഗ് വിത്ത് സ്ട്രെസ് എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ നിന്നും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒന്നും കൂടി റിപ്പീറ്റഡ് ആയിട്ട് നോക്കുക. അതേപോലെ ബ്ലോക്ക് 4-ലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ബ്ലോക്ക് 4-ലെ എല്ലാ യൂണിറ്റിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ബ്ലോക്ക് 4-ഉം ഒരു ബ്രോഡായിട്ട് തന്നെ എല്ലാ യൂണിറ്റുകളും നോക്കി പഠിക്കുന്നത് പോലെ അതൊക്കെ റിവിഷൻ ചെയ്യുന്നത് പോലെ തന്നെ പ്ലാൻ ചെയ്യുക കേട്ടോ. അതേപോലെ ഒരു ടോപ്പിക് വൈസ് ആയിട്ടാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ബ്ലോക്ക് 1 ആണെന്ന് പറഞ്ഞു. ബ്ലോക്ക് 1-ലെ എല്ലാ എല്ലാ യൂണിറ്റുകളും ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ പോലും ഒരു ടോപ്പിക് വൈസ് നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഡിസംബർ 2022-ലെയും ജൂൺ 2023-ലെയും ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നമ്മുടെ കോൺസെപ്റ്റ് ഓഫ് ഹെൽത്ത് അതേപോലെ ഹെൽത്ത് ഇൽനെസ് കണ്ടിന്യൂം എന്നൊക്കെ പറയുന്ന ഇൻട്രൊഡക്ഷൻ ടു ഹെൽത്ത് ആൻഡ് വെൽബീയിങ് എന്ന് പറയുന്ന പോർഷനിൽ നിന്ന് 2 വട്ടം ഈ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതായത് കോൺസെപ്റ്റ് ഓഫ് ഹെൽത്തും 2 വട്ടം ചോദിച്ചിട്ടുണ്ട്. ഹെൽത്ത് ഇൽനെസ് കണ്ടിന്യൂവും 2 തവണ ചോദിച്ചിട്ടുള്ളതാണ്. അതേപോലെ മോഡൽസ് ഓഫ് ഹെൽത്ത് ആൻഡ് ഇൽനെസ് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നിന്ന് സോഷ്യൽ മോഡൽ 2 തവണ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ ബയോ സൈക്കോ സോഷ്യൽ മോഡൽ 2 തവണ ചോദിച്ചിട്ടുണ്ട്. ഹോളിസ്റ്റിക് മോഡലും 2 തവണയോളം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയയും അതായത് നമ്മുടെ ഹെൽത്ത് മോഡലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് തന്നെയാണ്. പിന്നെ ഇഫക്റ്റ് ഓഫ് സ്ട്രെസ് ആണ്. സ്ട്രെസ് ഓൺ പെർഫോമൻസ് അതിന് നമ്മളൊരു ഗ്രാഫൊക്കെ വെച്ച് പഠിച്ചിട്ടുണ്ട്. പ്രൊഡക്ടിവിറ്റി അത് ഇൻവേർട്ടഡ് യു ഡയഗ്രാം എന്നൊക്കെ തന്നെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഡയഗ്രാമും ഒക്കെ ആൻസറിൽ ഇൻക്ലൂഡ് ചെയ്താൽ നമുക്ക് കൂടുതൽ മാർക്ക് ഫെച്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു രീതിയിൽ ഇഫക്റ്റ് ഓഫ് സ്ട്രെസ് എന്ന് പറയുന്ന ഏരിയയും കൂടുതൽ ഫോക്കസ് ചെയ്ത് നോക്കുക. പിന്നെ കോപ്പിംഗ് വിത്ത് സ്ട്രെസ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് നമ്മുടെ കോപ്പിംഗ് സ്റ്റൈല് അത് 2023 ചോദിച്ചിട്ടുണ്ട്. അതേപോലെ കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ്ങും ആ വർഷം തന്നെ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ കോപ്പിംഗ് സ്റ്റൈലും കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ്ങും ഒക്കെ കോപ്പിംഗ് വിത്ത് സ്ട്രെസ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ അതും കാര്യമായിട്ട് തന്നെ നോക്കുക. അതേപോലെ സ്ട്രെസ് മാനേജ്മെൻറ്റ് ടെക്നിക്സിന് അതിൽ മെഡിറ്റേഷൻ 2 തവണ ചോദിച്ചിട്ടുണ്ട്. മൈൻഡ്ഫുൾനെസ് ചോദിച്ചിട്ടുണ്ട്.
ചോദിച്ചിട്ടുണ്ട്. റിലാക്സേഷൻ ടെക്നിക്ക്, ബയോ ഫീഡ്ബാക്ക്, ഇതെല്ലാം 2 തവണയും ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം ഇപ്രാവശ്യവും ചോദിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ അതും റിവിഷൻ്റെ ഭാഗമായിട്ട് ഈ ഒരു പോർഷൻസ് എല്ലാം നോക്കുക കേട്ടോ. പിന്നെ ഫിസിക്കൽ ഇൽനെസ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, അതെ, സെക്ഷുവൽ ഹെൽത്തിനെ പറ്റി ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതേപോലെ പ്രോബ്ലംസ് റിലേറ്റഡ് ടു സെക്ഷുവൽ ഹെൽത്തും ചോദിച്ചിട്ടുണ്ട്. നമ്മൾ STDs, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് STDs ഒക്കെ പറഞ്ഞില്ലായിരുന്നു, അതൊക്കെ ഈ ഏരിയയിൽ വരുന്നതാണ്. പിന്നെ ഫിസിക്കൽ ഇൽനെസ്, അതായത് നമ്മുടെ ഒബീസിറ്റി, ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൽനെസ് എന്താണ്, അതൊക്കെ 2022 ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം അത് ചോദിക്കാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. പിന്നെ മെൻ്റൽ ഇൽനെസ് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ നിന്ന് സൈക്കോസൊമാറ്റിക് ഇൽനെസ്, അതേപോലെ സൊമാറ്റിക് സിംറ്റംസ്, പിന്നെ ഈറ്റിംഗ് ഡിസോർഡേഴ്സ്, അതൊക്കെ ചോദിച്ചിട്ടുണ്ട്. DSM-5 ഡിസോർഡേഴ്സ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ 2022 ചോദിച്ചതായത് കാരണം ഇപ്രാവശ്യവും ചിലപ്പോൾ അതൊക്കെ ചോദിക്കായിരിക്കും. നമ്മൾ പിന്നെ ഒബ്സർവ് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത് മോഡൽസ് ഓഫ് ഹെൽത്ത് ആൻഡ് ഇൽനെസ് എന്ന് പറയുന്നതാണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാ പ്രാവശ്യവും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുന്ന ഒരു ചോദ്യമാണ്. അതേപോലെ നമ്മുടെ സ്ട്രെസ് മാനേജ്മെൻറ്റ് ടെക്നിക്കും ഉറപ്പായിട്ടും, അതായത് ഒരു സൈക്കോളജി ഫോർ ഹെൽത്ത് ആൻഡ് വെൽബീയിങ് എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയയാണ് മോഡൽസ് ഓഫ് ഹെൽത്ത് ആൻഡ് ഇൽനെസ്സും അതേപോലെ സ്ട്രെസ് മാനേജ്മെൻറ്റ് ടെക്നിക്ക് എന്നും പറയുന്ന ഏരിയ. പിന്നെ ഒരുപാട് ഒരു വേരിയേഷൻ എന്നുള്ള രീതിയിൽ കഴിഞ്ഞ പ്രാവശ്യം, അതായത് 2023 ജൂണിൽ നമുക്ക് കോപ്പിംഗ് സ്റ്റൈലും അതേപോലെ കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ്ങും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമുക്കൊരു വേരിയഡ് ടോപ്പിക് അല്ലെങ്കിൽ ഒരു കുറച്ച് ഫോക്കസ് മാറുന്നതായിട്ടൊക്കെ കാണാം. പിന്നെ സ്ട്രെസ് ആൻഡ് ഇറ്റ്സ് മാനേജ്മെൻറ്റും, അതിൽ നിന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ ഈ മാനേജ്മെൻറ്റ് ടെക്നിക്കുകളും സ്ട്രെസ്സിനെ എങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, ആ ഒരു സ്ട്രെസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസും നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് തന്നെയാണ്. പിന്നെ ഒരു ബ്ലോക്ക് വൈസ് ആയിട്ടുള്ള ഒരു വെയിറ്റേജ് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷനിൽ നിന്ന് തന്നെ നമുക്ക് ഏകദേശം ഒരു നല്ല എമൗണ്ട് ഓഫ് മാർക്കിനുള്ള ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. അതായത് 100 മാർക്കിൻ്റെതിനകത്തിൽ ഏകദേശം ഒരു 80ഓളം മാർക്ക് ചിലപ്പോൾ അതിൽ നിന്ന് തന്നെ ചോദിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. ഇൻട്രൊഡക്ഷൻ ടു സ്ട്രെസ്സിൽ നിന്നും അതേപോലെ സ്ട്രെസ് മാനേജ്മെൻറ്റിൽ നിന്നും ഒക്കെ നമുക്ക് 20, 60 മാർക്കും ഒക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണത്. ബ്ലോക്ക് 1 നിന്ന് തന്നെ നമുക്കൊരു 80 മാർക്സിനുള്ള വകുപ്പ് കിട്ടും. ബ്ലോക്ക് 2 കമ്പാരിറ്റീവ്ലി ഒരു ഇച്ചിരി ഇമ്പോർട്ടൻ്റ് അല്ലാത്തത് കാരണം ഒരു 20 മാർക്കൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. പിന്നെ ഒരു ബ്ലോക്ക് 3 നിന്നും ചിലപ്പോൾ ഒരു 60 മാർക്ക് അല്ലെങ്കിൽ ഒരു റൗണ്ട് ഓഫ് അത്രയും ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. 4th ബ്ലോക്കിൽ നിന്നും ഏകദേശം ഒരു 60 മാർക്സ് ഒക്കെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇൻട്രൊഡക്ഷൻ ടു ഹെൽത്ത് ആൻഡ് വെൽബീയിങ് എന്ന് പറയുന്ന യൂണിറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ഈ ഇൻട്രൊഡക്ഷൻ ടു ഹെൽത്ത് ആൻഡ് വെൽബീയിങ്ങിൽ നിന്നും അതേപോലെ മോഡൽസ് ഓഫ് ഹെൽത്ത് ആൻഡ് ഇൽനെസ് എന്നുള്ള ഏരിയയിൽ നിന്നൊക്കെയാണ്. അതിൽ നിന്നൊക്കെ ഒരു 40 മാർക്കിനൊക്കെയുള്ള ഒരു ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അതേപോലെ ഇഫക്റ്റ് ഓഫ് സ്ട്രെസ്സിൻ്റെ ഒരു 20 മാർക്ക്, കോപ്പിംഗ് വിത്ത് സ്ട്രെസ്സിനും അതിൽ നിന്നൊക്കെ നമുക്കൊരു 20 മാർക്സ്, അതായത് ഓവറോൾ അത്രയും ചോദിക്കും എന്നല്ല, നമുക്ക് അത്രയും എക്സ്പെക്റ്റ് ചെയ്യാം. അതായത് ഒരു 20 മാർക്കിനുള്ള ചോദ്യങ്ങൾ നമുക്ക് ആ ഒരു യൂണിറ്റിൽ നിന്ന് കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് കേട്ടോ പറയുന്നത്. അല്ലാതെ 20 മാർക്ക് അതിൽ നിന്ന് ഉറപ്പായിട്ടും അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് നമ്മുടെ സ്ട്രെസ് മാനേജ്മെൻറ്റ് ടെക്നിക്കും. അതിൽ നിന്ന് തന്നെ നമുക്കൊരു 10-40 മാർക്ക് കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ ഫിസിക്കൽ ഇൽനെസ്, നമ്മുടെ മെൻ്റൽ ഇൽനെസ് എക്സ്പീരിയൻസ്, അതിൽ നിന്നൊക്കെ നമുക്കൊരു 20 മാർക്സിനൊക്കെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളത് കോൺസെപ്റ്റ് ഓഫ് ഹെൽത്ത് ഇൽനെസ് കണ്ടിന്യൂം, സോഷ്യൽ മോഡൽ, ബയോ സൈക്കോ സോഷ്യൽ മോഡൽ, ഹോളിസ്റ്റിക് മോഡൽ, ഇതൊക്കെയാണ് ആ ഒരു ഏരിയയിൽ നിന്ന് ഏറ്റവും കൂടുതൽ മാർക്ക് നമുക്ക് ഫെച്ച് ചെയ്യാൻ പറ്റുന്നതൊക്കെ. ഒരു 40 മാർക്ക് അറൗണ്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു ഏരിയയിൽ നിന്ന്. പിന്നെ സ്ട്രെസ് ഓൺ പെർഫോമൻസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്ടിവിറ്റി, നേരത്തെ പറഞ്ഞ പോലെ ഇൻവേർട്ടഡ് യു ഡയഗ്രാം, കോപ്പിംഗ് സ്റ്റൈല്, കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ്, സെക്ഷുവൽ ഹെൽത്ത്, പ്രോബ്ലം റിലേറ്റഡ് ടു സെക്ഷുവൽ ഹെൽത്ത്, ഇൽനെസ് റിലേറ്റഡ് ടു ഫുഡ്, പിന്നെ നമ്മുടെ സൊമാറ്റിക് സിംറ്റംസ്, സൈക്കോസൊമാറ്റിക് ഇൽനെസ്, ഈറ്റിംഗ് ഡിസോർഡേഴ്സ്, DSM-5 ഡിസോർഡേഴ്സ്, അതൊക്കെ അതിൽ നിന്നൊക്കെ നമുക്ക് ഓവറോൾ ഒരു 20 മാർക്സ് വീതം എക്സ്പെക്റ്റ് ചെയ്യാം. പിന്നെ മെഡിറ്റേഷൻ, മൈൻഡ്ഫുൾനെസ്, റിലാക്സേഷൻ ടെക്നിക്ക്, ബയോ ഫീഡ്ബാക്ക്, അതിൽ നിന്ന് നമുക്കൊരു 40 മാർക്സ് ഒക്കെ വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. പിന്നെ
റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, അതായത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും അതിൽ നിന്ന് നമ്മൾ ചില ടോപ്പിക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്യുക, അതിൻ്റെ പാറ്റേൺ മനസ്സിലാക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ക്വസ്റ്റ്യൻ പേപ്പർ പ്രഡിക്റ്റബിൾ ആവും. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുകയാണ്, ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിൽ നമ്മൾ അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് കോൺസെപ്റ്റ് ഓഫ് ഹെൽത്ത്, അതായത് ഇൻട്രൊഡക്ഷൻ ടു ഹെൽത്ത് ആൻഡ് വെൽബീയിങ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് കോൺസെപ്റ്റ് ഓഫ് ഹെൽത്ത്, അതേപോലെ മോഡൽസ് ഓഫ് ഹെൽത്ത് ആൻഡ് ഇൽനെസ് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നിന്ന്, അതേപോലെ സ്ട്രെസ് മാനേജ്മെൻറ്റ് ടെക്നിക്കൽ ഒക്കെയാണ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്. പിന്നെ എപ്പോഴും നമ്മൾ കോർ കോൺസെപ്റ്റിൽ വേണം, അതായത് ഈ ഒരു ക്വസ്റ്റ്യൻസിനൊക്കെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത് എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഒബ്സർവേഷൻ കൊണ്ട് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഒരു കോർ കോൺസെപ്റ്റിൽ നിന്നായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. അതായത് ഹെൽത്ത് ആൻഡ് വെൽബീയിങ് എന്ന് പറയുന്നതാണ് നമ്മുടെ പേപ്പർ. അപ്പോൾ ഹെൽത്ത് എന്താണ്, ഹെൽത്ത് ഒരു വെൽബീയിങ് എന്ന് പറയുന്നത് എന്താണ്, മോഡൽസ് ഓഫ് ഹെൽത്ത് എന്താണ് എന്നൊക്കെയുള്ള രീതിയിലാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് വരുന്നത്. പിന്നെ സ്ട്രെസ് മാനേജ്മെൻറ്റ് ടെക്നിക്കും അതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ റെക്കറൻ്റ് ആയിട്ട് വരുന്ന ഒരു ഏരിയ തന്നെയാണ്. പിന്നെ നമ്മളൊരു പ്രഡിക്ഷൻസ് ആൻഡ് പ്രോബബിലിറ്റി നമ്മൾ വെച്ച് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഏറ്റവും ഒരു ഹൈ പ്രോബബിലിറ്റി ടോപ്പിക് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഹെൽത്ത് ആൻഡ് വെൽബീയിങ് തന്നെയാണ്. അതേപോലെ മോഡൽസ് ഓഫ് ഹെൽത്ത് ആൻഡ് ഇൽനെസ് തന്നെയാണ്. അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു കോർ കോൺസെപ്റ്റ് ആയതുകൊണ്ട് ആ ഒരു കോർ കോൺസെപ്റ്റിലാണ് നമ്മുടെ ഓവറോൾ ആ ഒരു കരിക്കുലം തന്നെ ബിൽഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് കാരണമാണ്, അത് ഒരു കോർ കോൺസെപ്റ്റ് ആയത് കാരണം അത് തന്നെ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ റിപ്പീറ്റഡ് വാല്യൂ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സ്ട്രെസ് മാനേജ്മെൻറ്റ് ടെക്നിക്ക്. അതേപോലെ മോഡറേറ്റ് പ്രോബബിലിറ്റി ഉള്ള, അതായത് ഒരു ഇടത്തരം സാധ്യതയുള്ള ചോദ്യങ്ങളാണ് സ്ട്രെസ്സിൻ്റെ ഇഫക്റ്റ്, സ്ട്രെസ്സ് കാരണം ഫിസിക്കലി മെൻ്റലി എന്ത് സംഭവിക്കും എന്നുള്ള കാര്യവും, പിന്നെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസും, നമ്മുടെ സൈക്കോസൊമാറ്റിക് ഇൽനെസ്സും ഫിസിക്കൽ ഇൽനെസ്സും സെക്ഷൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയ ഒക്കെ ഒരു മോഡറേറ്റ് പ്രോബബിലിറ്റി ഉള്ള ഒരു ഏരിയ തന്നെയാണ്. പിന്നെ ഒരു ലോവർ പ്രോബബിലിറ്റി അല്ലെങ്കിൽ അത്ര ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടാത്ത ഒരു ഏരിയ ആണ് നമ്മുടെ ബ്ലോക്ക് 2 സ്ട്രെസ് എന്ന് പറയുന്ന ഏരിയ. അതൊക്കെ അല്ലെങ്കിൽ പ്രിവെൻഷൻ മാനേജ്മെൻറ്റ് ആൻഡ് ഇൻ്റർവെൻഷൻ എന്നൊക്കെയുള്ള ആ ഒരു ഏരിയയിൽ നിന്ന് അധികം ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. പക്ഷേ ചിലപ്പോൾ അത് ഇപ്രാവശ്യം അവർ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്ന ഒരു ഏരിയ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കണ്ണടച്ചങ്ങ് ഒഴിവാക്കാനും പറ്റില്ല. അതിൽ നിന്നും ഈ ഹൈ പ്രോബബിലിറ്റി ടോപ്പിക്സ് ഏകദേശം ഒരു 70 to 80% ചാൻസ് എക്സാമിന് വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത് പോലെ ഈ ലോവർ പ്രോബബിലിറ്റി ഏരിയയിൽ നിന്ന് ഒരു 20 to 30% ചാൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ആ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാനായിട്ട്. അതേപോലെ മോഡറേറ്റ് പ്രോബബിലിറ്റി ടോപ്പിക് എന്ന് പറഞ്ഞ് ഞാൻ ഏരിയയിൽ നിന്ന്, അതായത് നമ്മുടെ സ്ട്രെസ്സ്, മെൻ്റൽ ഹെൽത്ത്, ഇൽനെസ് അങ്ങനെയൊക്കെ പറഞ്ഞ ഏരിയയിൽ നിന്ന് ഒരു 40 to 60% സാധ്യതയുണ്ട് ക്വസ്റ്റ്യൻസ് വരാൻ. അപ്പോൾ ഹൈ പ്രോബബിലിറ്റി ടോപ്പിക്സിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, എന്നിട്ട് മോഡറേറ്റ് പ്രോബബിലിറ്റിയും ലോവർ പ്രോബബിലിറ്റിയും ടോപ്പിക്കുകളും തീരെ അങ്ങ് അവോയ്ഡ് ചെയ്യാതെ മാക്സിമം അതും റിവിഷൻ്റെ ഭാഗമായിട്ട് വെക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഒരു കൺക്ലൂസീവ് നോട്ട് എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത്, എപ്പോഴും യു ഗൈസ് ഷുഡ് ഫോക്കസ് ഓൺ യുവർ ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റ്. അതായത് ആ ഒരു ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റ്, അതായത് ഹെൽത്ത് എന്താണ്, വെൽബീയിങ് എന്താണ്, വേരിയസ് ഹെൽത്ത് മോഡൽസ് എന്താണ്, അത്തരം കാര്യങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു കോർ കോൺസെപ്റ്റ്, ആ ഒരു ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതേപോലെ എക്സാം റിലേറ്റഡ് സ്ട്രെസ്സൊക്കെ നിങ്ങൾക്ക് ധാരാളമായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഉറപ്പായിട്ടും സ്ട്രെസ് മാനേജ്മെൻറ്റ് ടെക്നിക്കുകളും എന്തൊക്കെയാണ്, എങ്ങനെ സ്ട്രെസ്സിനെ കൺട്രോൾ ചെയ്യാം, നമ്മുടെ മെഡിറ്റേഷൻ, മൈൻഡ്ഫുൾനെസ്, റിലാക്സേഷൻ ടെക്നിക്, ബയോ ഫീഡ്ബാക്ക് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് അവിടെ എഴുതേണ്ടത്. നമുക്ക് ഒരു കോമൺ മാൻഡൽ ഒരു ചിന്ത വെച്ച് നമുക്ക് എഴുതാൻ പറ്റുന്ന എല്ലാ ടെക്നിക്കുകളും നമുക്ക് അവിടെ ഇൻക്ലൂഡ് ചെയ്യാം. നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ആൻസറിനെ സ്ട്രക്ചർ ചെയ്യുകയും ചെയ്യാം. അതേപോലെ ഒരു ബ്രോഡ് അണ്ടർസ്റ്റാൻഡിങ്, ഓരോ കോൺസെപ്റ്റിലും ഒരു ബ്രോഡ് അണ്ടർസ്റ്റാൻഡിങ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിപ്പോൾ ഈ പറഞ്ഞ ടോപ്പിക്കിലായിക്കോട്ടെ, അല്ലെങ്കിൽ സ്ട്രെസ് എന്ന് പറയുന്ന ഒരു ഏരിയയിലായിക്കോട്ടെ, കോപ്പിംഗ് സ്റ്റൈലിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിലായിക്കോട്ടെ, ഏതൊരു ഏരിയയിലാണെന്നുണ്ടെങ്കിലും നമ്മളുടേതായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഡെവലപ്പ് ചെയ്യാൻ ആയിട്ട് ശ്രമിക്കുക. അണ്ടർസ്റ്റാൻഡിങ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമുക്ക് എക്സാമിന് പ്രിപ്പയർഡ് ആവുന്നത് വഴി, അതായത് കോർ കോൺസെപ്റ്റ് മനസ്സിലാക്കുന്നത് വഴി നമുക്കതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലിലേക്കും കൂടുതലായിട്ട് ഇൻഡൽജ് ചെയ്യാനും മനസ്സിലാക്കാനും സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡയഗ്രാംസോ അല്ലെങ്കിൽ മോഡൽസൊക്കെ ഡയഗ്രാം യൂസ് ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ റിയൽ ലൈഫ് എക്സാമ്പിളുകൾ പറയുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി നമ്മുടെ ആൻസറിനെ കൂടുതൽ ഒത്തൻറ്റിക് ആക്കും.
അതേപോലെ പിന്നെ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഒന്ന് അനലൈസ് ചെയ്യുക. എന്നിട്ട് ഇതേപോലെ വരുന്ന റിപ്പീറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് അത് തറവായിട്ട് പഠിച്ചു പോകാനും ആ ഒരു സ്ട്രെസ് മാനേജ്മെൻറ്റ് ടെക്നിക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞതിനകത്തിൽ റെക്കറക്റ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്കുകൾ വീണ്ടും വീണ്ടും വായിച്ചു നോക്കാനും അതിൻ്റെ ആൻസർ കൃത്യമായിട്ടുള്ളൊരു രീതിയിൽ സ്ട്രക്ചർ ചെയ്ത് നോക്കാനും ഒക്കെ ഒന്ന് ശ്രമിക്കുക. പിന്നെ ഇതിനകത്തിൽ ഒരുപാട് ആൻസർ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതാൻ ചിലപ്പോൾ കാണുമായിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ കൃത്യമായി നിങ്ങൾക്ക് എക്സാമിന് ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഈ ഒരു ലോങ് ആൻസർ ക്വസ്റ്റ്യൻ എത്രത്തോളം സ്പീഡിൽ എനിക്ക് എഴുതാൻ പറ്റുന്നുണ്ട്, വേർഡ് ലിമിറ്റ് എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യം, ഇഫക്റ്റീവായിട്ട് ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് റിവിഷൻ സമയത്ത് ശ്രദ്ധിക്കാം. പിന്നെ എപ്പോഴും നമ്മൾ ഇച്ചിരി അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക. അതായത് ഇപ്പോൾ നമ്മുടെ ചുറ്റുപാടും എന്ത് നടക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ റീസെൻ്റായിട്ട് ഹെൽത്ത് ആൻഡ് വെൽബീങ്ങിൽ വരുന്ന റിസർച്ച് എന്തൊക്കെയാണ്, നമ്മുടെ സിലബസിനകത്തിൽ എന്തുകൊണ്ട് ഇത് ഇൻക്ലൂഡ് ചെയ്തു, അല്ലെങ്കിൽ എന്തൊക്കെ ഒരു അപ്ഡേഷൻസ് ആണ് ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ നടക്കുന്നത് എന്നൊക്കെയുള്ള കാര്യത്തിൽ നിങ്ങളൊരു അവെയർ ആണെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് എക്സാമിന് യൂസ് ചെയ്യുന്നത് വഴി കൂടുതൽ നിങ്ങളുടെ ആൻസർ പേപ്പറിനെ അത് കൂടുതൽ ഇച്ചിരിയും കൂടി ഒതൻറ്റിക് ആക്കും. കുറച്ചും കൂടി കാര്യങ്ങൾ അറിയാവുന്ന ഒരാളാണ് എന്നുള്ളൊരു ഇംപ്രഷൻ വരുത്താൻ നമുക്ക് സഹായകമാകും. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പോലെ ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളൊന്നും പ്രെഡിക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും എന്നുള്ള ഒന്ന് നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ 2 സെക്ഷനിലായിട്ടായിരിക്കുമല്ലോ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ആ ഒരു ഇങ്ങനെ ആ ഒരു സെക്ഷൻ എയിൽ ക്വസ്റ്റ്യൻസ് എഴുതണം, അല്ലെങ്കിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വരും എന്നുള്ള രീതിയിൽ നമ്മളൊരു പ്രഡിക്ഷൻ നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ സെക്ഷൻ എയിൽ ആദ്യമായിട്ട് നമ്മൾ തോന്നുന്നത്, അല്ലെങ്കിൽ ലേൺ വൈസ് പ്രഡിക്റ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്കസ് ദി കോൺസെപ്റ്റ് ഓഫ് ഹെൽത്ത് ആൻഡ് വെൽബീങ്, ഹൗ ഡസ് ഹെൽത്ത് ഇൽനെസ് കണ്ടിന്യൂ ഹെൽപ്പ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ദീസ് കോൺസെപ്റ്റ്. അപ്പോൾ അവിടെ എന്തൊക്കെ എഴുതണം, ഹെൽത്ത് എന്താണെന്നുള്ള കാര്യം എഴുതണം, വെൽബീങ് എന്താണെന്നുള്ള കാര്യം എഴുതണം, അതേപോലെ ഹെൽത്ത് ഇൽനെസ് കണ്ടിന്യൂ ഉണ്ടല്ലോ അതുപയോഗിച്ചും ഈ ഒരു കോൺസെപ്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കണം. പിന്നൊന്ന് ഡിസ്ക്രൈബ് ദി ബയോ സൈക്കോ സോഷ്യൽ മോഡൽ ഓഫ് ഹെൽത്ത് ആണ്. ഹൗ ഡസ് ഇറ്റ് ഇൻറ്റഗ്രേറ്റ് ദി പേഴ്സ്പെക്റ്റീവ്സ് ഓൺ ഹെൽത്ത് എന്നുള്ള രീതി, അതായത് ബയോ സൈക്കോ സോഷ്യൽ മോഡൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. അപ്പോൾ ആ ഒരു മോഡലും എഴുതണം, അതെങ്ങനെ ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവിൽ അത് യൂസ് ചെയ്യാം എന്നുള്ള രീതിയിലും ആൻസറിനെ ഒന്ന് സ്ട്രക്ചർ ചെയ്യുക. പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ദി ഇമ്പാക്റ്റ് ഓഫ് ക്രോണിക് സ്ട്രെസ് ഓൺ ഇൻഡിവിജ്വൽ ഹെൽത്ത്, വാട്ട് ആർ ദി സൈക്കോളജിക്കൽ മെക്കാനിസംസ് ഇൻവോൾവ്. അവിടെ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണതല്ലേ. അപ്പോൾ ക്രോണിക് സ്ട്രെസ് എന്താണെന്നുള്ള രീതിയിൽ എഴുതണം, അതെങ്ങനെ ഹെൽത്തിനെ ബാധിക്കും എന്നുള്ള കാര്യം എഴുതണം. അത് നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് ആയിക്കോട്ടെ സൈക്കോളജിക്കലി ആയിക്കോട്ടെ എങ്ങനെ ആ ഒരു കാര്യം നമ്മുടെ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം എഴുതാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഷോർട്ട് നോട്ട്സ് ഓൺ റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ദി ഫോളോയിങ്, അതായത് ഒരു 200 വേർഡ്സ് വീതം എഴുതാനാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഇപ്പം പേജ് നോക്കാതെ കൃത്യമായി ഈ ഒരു വേർഡ് ഫോർമാറ്റിൽ തന്നെ എഴുതാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അതിന് ഒരു എക്സാമ്പിളാണ് കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് ആസ് എ സ്ട്രെസ് കോപ്പിംഗ് ടെക്നിക്ക്. അപ്പോൾ ഒരുപാട് സ്ട്രെസ് കോപ്പിംഗ് ടെക്നിക്ക് ഉണ്ട് എന്നുണ്ടെങ്കിലും സ്പെസിഫിക് ആയിട്ട് കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ്ങിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി മാത്രം എഴുതിയാൽ മതി. അല്ല സ്ട്രെസ് മാനേജ്മെൻറ്റ് ടെക്നിക്കുകളെ പറ്റിയാണ് ചോദിച്ചേക്കുന്നതെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എഴുതണം. അപ്പോൾ എന്താണോ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത് ആ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയിട്ട് ആ ക്വസ്റ്റ്യൻ്റെ ഡിമാൻഡിനനുസരിച്ച് ആൻസർ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ അവിടെ തന്നെ ഒരു ഷോർട്ടായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ദി റോൾ ഓഫ് ഡയറ്റ് ഇൻ ഫിസിക്കൽ ഹെൽത്ത്, അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡ് അല്ലെങ്കിൽ ആ ഒരു ഡയറ്റിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയുമാണ് അടുത്തൊരു ചോദ്യം. പിന്നെ ഇതാണ് സെക്ഷൻ എയിലുള്ള ചോദ്യം. സെക്ഷൻ ബിയിലേക്ക് നമ്മൾ വരുവാണെന്നുണ്ടെങ്കിൽ ഇലാബറേറ്റ് ഓൺ മെഡിറ്റേഷൻ ആൻഡ് ബയോ ഫീഡ്ബാക്ക് ആസ് ടെക്നിക്സ് ഫോർ സ്ട്രെസ് മാനേജ്മെൻറ്റ്, ഹൗ ഡു ദേ ഡിഫർ ഇൻ അപ്രോച്ച് ആൻഡ് ആപ്ലിക്കേഷൻ. അതായത് മെഡിറ്റേഷനും ബയോ ഫീഡ്ബാക്കും തമ്മിലുള്ള ഡിഫറൻസിനെ പറ്റിയാണ് അവിടെ ചോദിച്ചേക്കുന്നത്. ഇപ്പോൾ സ്ട്രെസ് മാനേജ്മെൻറ്റിൽ നിന്നുള്ള ഒരു ചോദ്യമാണത്. അപ്പോൾ മെഡിറ്റേഷൻ എന്താണെന്ന് എഴുതണം, ബയോ ഫീഡ്ബാക്ക് എന്താണെന്ന് എഴുതണം, അത് എങ്ങനെയാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ എന്നുള്ള കാര്യവും ഒന്ന് എഴുതാനായിട്ട് നോക്കണം. നിങ്ങൾ
ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേപോലെ ആൻസർ സ്ട്രക്ചർ ചെയ്യുന്ന കാര്യം പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. കാര്യം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിന് എന്തൊക്കെ ആൻസർ എഴുതണം, അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എങ്ങനെയായിരിക്കണം എന്നൊക്കെയുള്ള രീതിയിൽ ആൻസറിനെ സ്ട്രക്ചർ ചെയ്ത് റിവൈസ് ചെയ്യുമ്പോൾ തന്നെ പോയി കഴിഞ്ഞാൽ നമുക്ക് എക്സാമിന് കൺഫ്യൂഷൻസ് ഒഴിവാക്കാനായിട്ട് സാധിക്കും. പിന്നെ അടുത്ത ഒരു സെക്ഷൻ ബിയിൽ വരുന്ന ഒരു ചോദ്യമാണ് ഡിസ്കസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫിസിക്കൽ ഇൽനസ് എക്സ്പീരിയൻസ് ആൻഡ് മെൻ്റൽ വെൽബീങ്, പ്രൊവൈഡ് എക്സാമ്പിൾസ് ഫ്രം കോമൺ സൈക്കോസൊമാറ്റിക് ഇൽനസ്. സൈക്കോസൊമാറ്റിക് ഇൽനെസ്സിൻ്റെ കാര്യവും അതേപോലെ സൈക്കോസൊമാറ്റിക് ഇൽനെസ് അപ്പോൾ അവിടെ സൈക്കോസൊമാറ്റിക് ഇൽനെസ് എന്താണെന്ന് എഴുതണം, അതിൻ്റെ കോമൺ എക്സാമ്പിൾസ് എഴുതണം. അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ ഫിസിക്കൽ ഇൽനെസ് മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കുന്നത് അല്ലെങ്കിൽ മെൻ്റൽ വെൽബീയിങ്ങിനെ ബാധിക്കുന്നത് എന്നുള്ള കാര്യവും എഴുതാനായിട്ട് ശ്രമിക്കണം. പിന്നെ അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് എക്സാമിൻ ദി റോൾ ഓഫ് ഓപ്റ്റിമിസം ആൻഡ് ഹോപ്പ് ഇൻ പ്രൊമോട്ടിംഗ് ഹെൽത്ത് ആൻഡ് വെൽബീങ്, വാട്ട് സൈക്കോളജിക്കൽ തിയറീസ് സപ്പോർട്ട് ദി ഇമ്പോർട്ടൻസ് എന്നുള്ള രീതിയിൽ. അതായത് അവിടെ ഒപ്റ്റിമിസവും ഹോപ്പും എങ്ങനെയാണ് ഒരാളുടെ ഹെൽത്തിനെ അല്ലെങ്കിൽ വെൽബീങ്ങിനെ അഫക്റ്റ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചേക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് തിയറീസ് ഉണ്ടല്ലോ, അതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയും ചോദിക്കണം. തിയറീസ് എക്സ്പ്ലെയിൻ ചെയ്യാനല്ല അവിടെ പറഞ്ഞേക്കുന്നത്, ആ ഒരു സൈക്കോളജിക്കൽ തിയറീസിൻ്റെ ഇമ്പോർട്ടൻസ് എങ്ങനെയാണ് ഈ ഒപ്റ്റിമിസവും ഹോപ്പും ഹെൽത്തിനെയും വെൽബീങ്ങിനെയും പ്രൊമോട്ട് ചെയ്യുന്നതെന്നുള്ള രീതിയിലുള്ള തിയറീസിനെയാണ് അവിടെ കോട്ട് ചെയ്യേണ്ടത്. പിന്നെ നാലാമത്തെ ഒരു ചോദ്യം എന്ന് വെച്ചാൽ റൈറ്റ് ഷോർട്ട് നോട്ട് എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു 200 വേർഡ്സിനുള്ള ആൻസറാണ് എഴുതേണ്ടത്. അതിനകത്തിൽ ആദ്യം ചോദിച്ചേക്കുന്നത് ചാലഞ്ചസ് ഇൻ മെയിൻറ്റെയിനിങ് സെക്ഷുവൽ ഹെൽത്ത് ആണ്. അപ്പോൾ അവിടെ സെക്ഷുവൽ ഹെൽത്ത് എന്താണെന്ന് ആദ്യം എഴുതാനായിട്ട് ശ്രമിക്കണം. പിന്നെ വേണം ചാലഞ്ചസിനെ അഡ്രസ്സ് ചെയ്യാൻ. പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കൊറോണറി ഹേർട്ട് ഡിസീസ് ആണ്, സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആൻഡ് പ്രിവെൻഷൻ. അപ്പം കൊറോണറി ഹേർട്ട് ഡിസീസ് എന്താണ്, അതിൻ്റെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സും അതിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്നുള്ള കാര്യവുമാണ് ആൻസറിൽ എഴുതേണ്ടത്. അപ്പം ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഏരിയ ആണ്. നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ തന്നെ പല കോൺസെപ്റ്റും മനസ്സിലാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു ടെൻഷനും വേണ്ട, എല്ലാവരും അടിപൊളിയായിട്ട് പോയി എക്സാം എഴുതിയിട്ട് വരിക. ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, സോ വെൽക്കം ബാക്ക് അഗൈൻ. ഗൗരി മാം പറഞ്ഞത് എല്ലാവരും കേട്ടല്ലോ, അതെല്ലാവർക്കും മനസ്സിലായെന്നും നല്ല രീതിയിൽ നിങ്ങൾ അത് എക്സാമിന് ഉപയോഗിക്കുമെന്നും ഞാൻ വിശ്വസിക്കുകയാണ്. അതിൽ തന്നെ പ്രധാനമായിട്ട് ഞാൻ നമ്മുടെ സജസ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിനെ ഒന്ന് സ്ട്രെസ് ചെയ്ത് പറയാണ്, ഒട്ടുമിക്കതും അവിടെ കൊടുത്തുള്ള അതേ ചോദ്യങ്ങൾക്ക് തന്നെയാണ് വരാൻ പോകുന്ന പരീക്ഷയിൽ നമ്മൾ സാധ്യത കൽപ്പിക്കുന്നത്. അപ്പൊ അതിനെ ആശ്രയിച്ചിട്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് ഒരുപാട് നിങ്ങളെ സഹായിക്കുന്ന കാര്യമാണ്. മാത്രമല്ല പരീക്ഷ കഴിഞ്ഞാലും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ മുന്നിൽ വെച്ചിട്ട് നമ്മുടെ സജസ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ തമ്മിൽ ഒരു കമ്പാരിസൺ ഒക്കെ നടത്താം. നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്താം. സോ ദാറ്റ്സ് ഇറ്റ്. ഇനി നമുക്ക് ലേൺ വൈസിനെ കുറിച്ചൊന്ന് ബ്രീഫ് ചെയ്തിട്ട് വൈൻഡപ്പ് ചെയ്യാം. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമ്മുടെ ഡിഗ്രി PG വിദ്യാഭ്യാസം ഓൺലൈനായിട്ട് പൂർത്തീകരിക്കാനുള്ള മുഴുവൻ കോച്ചിങ് സപ്പോർട്ട് നൽകുന്ന കേരളത്തിലെ ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് ലേൺ വൈസ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും പഠിച്ചിറങ്ങിയ പ്രഗത്ഭരായുള്ള മെമ്പേഴ്സ് ലേൺ വൈസിന്റെ കോർ ടീമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നിലവിൽ 18 കോഴ്സുകൾക്കുള്ള കോച്ചിങ് ആണ് നൽകുന്നത്. എല്ലാത്തിന്റെയും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ കാണാം. 10 ഡിഗ്രി കോഴ്സുകളും 8 PG കോഴ്സുകളുമാണ് അതിൽ വരുന്നത്. അപ്പൊ ഇവിടെ കാണുന്ന ഏതെങ്കിലും ഒരു ഇഗ്നോ കോഴ്സിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയോ എടുക്കാൻ ആഗ്രഹിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ മികച്ച കോച്ചിങ് സപ്പോർട്ടിനായിട്ട് ലേൺ വൈസിനെ സമീപിക്കാം. താഴെ കാണുന്ന നമ്പർ നോക്കുക, 7592939616. ഇതിൽ കോൾ വഴിയോ വാട്സപ്പ് വഴിയോ നിങ്ങൾക്ക് ഏത് സമയത്തും കണക്ട് ചെയ്യാം, ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാം. അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാം. learnwise.co അല്ല .co എന്നുള്ളതാണ് നമ്മുടെ വെബ്സൈറ്റ് അഡ്രസ്. അതുപോലെ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ആപ്പിൽ ഒരുപാട് ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസും ഫ്രീ വീഡിയോ കണ്ടന്റുകളും അവൈലബിൾ ആണ്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കണ്ടന്റ് ക്വാളിറ്റി അത് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.